ഫക്രുദ്ദീൻ അലി, അതായത് പാർലമെന്റ് ആയിരിക്കും ഇനി പ്രധാനപ്പെട്ട ഒരു വേദി. ഈ കഴിഞ്ഞ 10 വർഷക്കാലം പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി നരേന്ദ്രമോദി എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അദ്ദേഹം പാർലമെന്റിൽ വരുന്നില്ല, മാത്രമല്ല ബില്ലുകളൊക്കെ തന്നെയും അപ്പം ചുട്ടെടുക്കുന്നത് പോലെ പാസ്സാക്കിയെടുക്കുന്നു, ജുബ്ബയുടെ പോക്കറ്റിൽ നിന്ന് ഭരണഘടനാ ഭേദഗതി എടുക്കുന്നു, ബില്ലുകൾ മണി ബില്ലുകളായി മാറുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല 120 പേരെയൊക്കെ ഒന്നിച്ച് സസ്പെൻഡ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ പാർലമെൻറ്റിൽ കണ്ടതാണല്ലോ. ആ തരത്തിലുള്ള ഒരു ജനാധിപത്യം ഇനി പ്രായോഗികമാകില്ല എന്നുള്ളതാണ് പ്രധാനമായും കാണേണ്ട ഒരു കാര്യം. നോക്കൂ, ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം താങ്കളോടും ആവർത്തിക്കുന്നു. ഏതായിരിക്കും ഏറ്റവും ശക്തമായിട്ടുള്ള കൂട്ടുകെട്ടായി നിൽക്കുക? NDA ആണോ അതോ ഇന്ത്യയാണോ എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ ജയിച്ചു വന്നവർ ഏതാണ്ടെല്ലാം തന്നെയും, അല്ലെങ്കിൽ അവരുടെ പാർട്ടി നേതാക്കളെല്ലാം തന്നെയും നരേന്ദ്രമോദിയാൽ പീഡനമേറ്റിട്ടുള്ളവരാണ്. അവരെ ജയിലിലടക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേസിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ഉള്ള കേസ് കൂടുതൽ ശക്തിപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ബ്ലോക്ക് ആ നിലയിൽ വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടിയാണ് വരുന്നത്. ഇപ്പുറത്താണെങ്കിൽ ഒരു സമീപകാലത്ത് പഴയ NDA അല്ല കേട്ടോ ഇത്, അതുകൂടി പ്രധാനമായും കാണണം. പണ്ട് NDA ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. അതിൻ്റെ ഒരു ആവർത്തനം എന്ന നിലയിൽ പറയാൻ കഴിയില്ല. അതേ പേരുണ്ടാക്കിയത് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ കഴിയൂ. ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും ഒരു NDA തല്ലിക്കൂട്ടുകയായിരുന്നു ചെയ്ത്. ഭാഗ്യവശാൽ അത് ഇപ്പോൾ ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള കാരണമാവും. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഏതാണ് കൂടുതൽ ഇൻടാക്റ്റ് ആവുക, ഏറ്റവും ശക്തമായ ഒരു കൺസോൾട്ടേഷനായി നിലനിൽക്കുക? എനിക്ക് തോന്നുന്നു രണ്ടും ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കാൻ, രണ്ടും ശക്തമായിട്ട് നിൽക്കാനാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടമാണ് NDA സഖ്യകക്ഷികളായ പ്രധാനമായിട്ടും TDPക്ക് ആണെങ്കിലും അതേപോലെ തന്നെ JDUവിനാണെങ്കിലും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ശക്തരായ മോഡി ഗവൺമെൻറ്, അതിൻ്റെ അതേസമയം തന്നെ ഇവർക്ക് അവരുടേതായ കാര്യങ്ങൾ സാധിച്ചെടുക്കാനും പറ്റും. കാരണം ഇവർ മാന്യമായിട്ട് സാമ്പത്തികമായി ഇവർ ബേസിക് പ്രശ്നം സാമ്പത്തികമായ പാക്കേജാണ്, ഡെലിവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും. ഇപ്പോൾ നിതീഷ് എന്ന അഴിമതിക്കാരനൊന്നുമല്ല, പിന്നെ പണ്ട് നായിഡുവിനാണ് ചില പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ ആ ഒരു നായിഡുവിന് ആ ഇമേജൊക്കെ മാറ്റണം, എന്തെങ്കിലും കാര്യങ്ങൾ കാര്യമായി ചെയ്യണമെന്നുണ്ട്. കാരണം ആന്ധ്രാപ്രദേശിലേക്ക് ഇവർ മത്സരിച്ച് വികസനം കൊണ്ടുവരാനുള്ള ശ്രമം 2000 കൂടിയിട്ട് തുടങ്ങിയിരുന്നു. അത് YSRന്റെ കാലം തൊട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ അത് ആ രീതിയിൽ അവർക്ക് ഗുണകരമാകുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ NDA സഖ്യത്തിലേക്ക് പോയാലും ഇപ്പോൾ ഈ സഖ്യത്തിൽ കിട്ടുന്ന പ്രാമുഖ്യം കിട്ടണമെന്നില്ല, അതാണ് കാര്യം. കാരണം അതിൽ മമതാ ബാനർജി ഉണ്ട്. അവർക്കൊക്കെ തന്നെ ഈ ലോക്കൽ പോക്കറ്റ് ബാഗോസ് സംരക്ഷിക്കുക, അങ്ങോട്ട് പരമാവധി പദ്ധതികൾ പാക്കേജുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. നേരത്തെ ഇതേ നിതീഷ് കുമാർ തന്നെ മുന്നണി വിട്ടുപോയത് ഗുജറാത്ത് കലാപത്തിന് വേണ്ട രീതിയിലുള്ള പരിഹാരം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് നരേന്ദ്രമോദി ഭരണഘടനയെ അട്ടിമറിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ബ്ലോക്ക് രൂപീകരിച്ചിട്ടുള്ളത്. രണ്ടും നരേന്ദ്രമോദിയിൽ നിക്ഷിപ്തമാണ്. ഒന്ന് TDPയുടെ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയിലാണ് കുറ്റം ആരോപിച്ചിട്ടുള്ളത്, BJPയിലല്ല. അപ്പോൾ അവർക്ക് വെറും സാമ്പത്തിക ആനുകൂല്യങ്ങളും പാക്കേജുകളും മതി എന്ന് പറയുന്ന നിരീക്ഷണം ശരിയാവുന്നുണ്ടോ അവിടെ? അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു മോഡിയായിട്ട് സഖ്യം ഉണ്ടാക്കണ്ടേ. കാലം ഒരുപാട് മാറിപ്പോയല്ലോ, അതല്ലേ പ്രശ്നം. ഇപ്പം നമുക്കറിയാലോ 90s നികേഷൊക്കെ വളരെ സജീവമായിട്ടിരുന്ന ഏറ്റവും വൈബ്രന്റ് ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്ത് തന്നെയാണ് ഈ പറഞ്ഞ ചന്ദ്രബാബു നായിഡൊക്കെ BJP തൊട്ടാക്കൂടാത്ത പാർട്ടിയായിരുന്നു. ഇയാളൊക്കെ ആയിരുന്നു ഇവിടുത്തെ നേതാവ്. കിഷൻ സൂചിത്തിനെക്കാട്ടും വലിയ വർത്തമാനം പോകുന്നത്. നമ്മളെ പാവ ഇവിടെയുള്ള CPM ഇവനെയൊക്കെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അതാ ഞങ്ങൾ BJP അകറ്റി നിർത്തും മറ്റേ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചു. അടുത്ത ദിവസം ദേശാഭിമാനിക്ക് പ്രത്യേകിച്ച് ഒന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥ വന്നു. അന്ന് തൊട്ട് ഞാൻ എഴുതി തള്ളിയതാണ് ഈ ചന്ദ്രബാബു നായിഡുവിനെ. ഇവരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. രണ്ടാമത്തെ കാര്യം, നിതീഷ് അന്ന് നിതീഷും ചന്ദ്രബാബു നായിഡും മോഡിനെ എതിർക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് നിതീഷിനല്ല മുസ്ലിം വോട്ട് ബാങ്ക് കൂടിയുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മോഡിയെ പറ്റി അത്രയും വലിയൊരു നെഗറ്റീവ് ഇമേജും അതുപോലെ UPA അത് ശക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ മോഡി അധികാരത്തിൽ വന്നു, അത് ഒരു സ്ഥിരമായിട്ട് അങ്ങോട്ട് മാറി. അത് സ്ഥിരതയായി മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇമേജ് പതുക്കെ അവരുടെ പ്രയോറിറ്റി ഈ പറയുന്ന ഗുജറാത്ത് കലാപത്തിൽ മറ്റു പലതിലേക്ക് മാറി. ഈ അവസാന ഘട്ടത്തിൽ പിന്നെ NDA വിട്ടുപോകാൻ കാരണം ചിരാഗ് പാസ്വാൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് പണി തരും, അതായത് ഞങ്ങൾ BJPയുടെ എല്ലാ സ്ഥാനാർത്ഥിയെയും ജയിപ്പിക്കും, JDUവിന് ഒറ്റ സ്ഥാനാർത്ഥിയും ജയിപ്പിക്കുന്നില്ല എന്ന് ചിരാഗ് പാസ്വാൻ പറഞ്ഞപ്പോൾ ഇയാൾ പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം നിഷ്പ്രഭനാവും അടുത്ത ഇലക്ഷനിൽ. അതാണ് അങ്ങോട്ട് മാറിയത്. അങ്ങോട്ട് മാറിയ സമയത്ത് BJPയുടെ ഈ ഒരു ഇൻ്റലിജൻസ് വിങ് പ്രവർത്തിച്ച് അവർക്ക് ചിലപ്പോൾ അവിടെ അടി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അന്നൊക്കെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അവർ പിന്നാലെ കൂടി തിരിച്ചു കൊണ്ടത്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇവരെ സമയം ബേസിക്കലി ഇപ്പോൾ അവർക്ക് വേണ്ടത് ഈ പറയുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള എയ്ഡാണ്. അത് കൊടുക്കാൻ മോഡി ഗവൺമെൻറ് പറ്റും. പിന്നെ
മറ്റേ അത് വിചാരിച്ചിട്ട് പണ്ടത്തെ പോലെ ഈ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളെ കോൺഗ്രസിനെ വളർത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരെയൊക്കെ ഉള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെയും നരേന്ദ്രമോദിയുടെ ഏജൻസികളുടെ താടനം ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രകാശ് മാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പാർലമെന്റ് എന്ന് പറയുന്ന വേദി ഇപ്പോൾ പ്രതിപക്ഷ നേതൃ പദവി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താണ്, ഒരു JPC അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതാണ് ഈ സ്റ്റോക്ക് ക്രമക്കേടിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമരമുഖമായി കോൺഗ്രസ് കാണുന്നത്. അതിന്ന് ഇന്ത്യ ബ്ലോക്ക് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പാർലമെൻറ്റിനെ ആ രീതിയിൽ കൺവേർട്ട് ചെയ്താൽ, മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നല്ലോ, പാർലമെൻ്റ് ആയിരുന്നു പ്രധാനപ്പെട്ട വേദി. പ്രത്യേകിച്ച് കോൺഗ്രസ് സെൻട്രിക് ആയിട്ടുള്ള രാഷ്ട്രീയത്തിൽ താഴേക്കിടയിലുള്ള സമരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ പാർലമെൻറ്റിൽ ആ സമരം തിരികെ കൊണ്ടുവരാൻ കഴിയുകയാണ് എങ്കിൽ അതിനെ നേരത്തെ ഉള്ള പോലെ വളരെ ഏകാധിപത്യ പ്രവണതയിൽ അടിച്ചൊതുക്കി ആളുകളെ പുറത്താക്കിയൊക്കെ പാർലമെൻറ്റ് നടത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം രണ്ടും ഏതാണ്ട് തുല്യശക്തി. അങ്ങനെ പോയാലാണ് ഞാൻ ചോദിക്കുന്നത്, പാർലമെൻറ്റിൽ നിരന്തരം വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു പ്രധാനമന്ത്രി. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുണ്ട് ശ്രീ ഫക്രുദ്ദീൻ അലി. ആ പ്രതിപക്ഷ നേതാവ് ഷാഡോ ക്യാബിനറ്റിൻ്റെ തലവനാണ്. ആ ഷാഡോ ക്യാബിനറ്റിൻ്റെ തലവൻ അദ്ദേഹത്തിൻ്റെ ലെക്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അനുമതി ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ പുതിയ സാഹചര്യമാണ്. അല്ല, അത് പുതിയ സാഹചര്യം തന്നെ. എന്ന് വെച്ചാൽ ഇപ്പം നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമയം നിയമസഭ കൂടിയത് ഗുജറാത്തിലാണ്. എനിക്ക് 90 ദിവസം മറ്റാണ് ഒരു വർഷം കൂടിയിരുന്നത്. അത് പിന്നെ ലോക്സഭയിലാണെങ്കിലും അദ്ദേഹം ദേശീയ തലത്തിലേക്ക് വന്നപ്പോൾ ഇത് തന്നെ സംഭവിച്ചു. പക്ഷേ ഇനി അങ്ങനെ പോകാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 70s 80s ഉള്ള പോലെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷമായിരിക്കും ഇത്തവണ. അപ്പുറത്ത് അന്ന് ജയപ്രകാശ് നാരായണൻ, ലോഹിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി പപ്പുവിൽ നിന്ന് ഒരു ഫൈറ്ററായിട്ട്, ഹാപ്ലെസ് ഫൈറ്ററായിരുന്നു ഈ ലോക്സഭ ഇലക്ഷൻ വരെ. അവിടെ നിന്ന് അദ്ദേഹം നല്ലൊരു സ്ട്രോങ് ഫൈറ്ററായിട്ട് ഇപ്പോൾ ഇമേജ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തെ മറ്റ് സഖ്യകക്ഷികളും അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം അവരെ പൂർണ്ണമായും വൈപ്പ് ഔട്ട് ചെയ്യും, പല രീതിയിൽ വൈപ്പ് ഔട്ട് ചെയ്യും BJP എന്നൊരു പേടിയുണ്ടായിരുന്നു. അതിൻ്റെ ആ പേടിയാണ് ഈ കോൺഗ്രസിനോടുള്ള വിരോധമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ പാർട്ടികൾക്ക് മാത്രമേ ഇപ്പോൾ കോൺഗ്രസ് വിരോധമുള്ളൂ. ബാക്കി എല്ലാവരും കോൺഗ്രസിൻ്റെ ഈ വിരോധമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ കൂടെ പിന്നെ സഖ്യത്തിൽ അണിനിരക്കുകയും കോൺഗ്രസ് ആണെങ്കിലോ പരമാവധി സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ട് പരമാവധി വിജയം മാത്രമല്ല മറ്റു കക്ഷികളുടെ സാഹചര്യമാണ്. ആ നിലയിൽ കുറച്ചുകൂടി ഇൻടാക്റ്റ് ആണ്. ഞാൻ വരാം ഒരു